അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ടോട്ട് ബാഗ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് കോട്ടൻ്റെ തുണി 3 പീസ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലെ 2 പീസ് തുണി നമ്മൾ സെയിം കളറാണ് എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ പീസ് നമ്മൾ വേറൊരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 3 ഇഞ്ച് ബാക്ക് സൈഡിലായിട്ട് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ അളവ് നീളം എടുത്തിട്ടുള്ളത് 13 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 15 ഇഞ്ചിലുമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാഗിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം. അതിനായിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 40 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചിലുമാണ് കേട്ടോ. ഇനി ഇതാ ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് 2ആയിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ. അതിനുശേഷം നിവർത്തിയിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് 1 ഇഞ്ചോളം ഉള്ളിലേക്ക് മടക്കുക. അടുത്തൊരു സൈഡിൽ നിന്നും 1 ഇഞ്ചോളം ഉള്ളിലേക്ക് മടക്കാം. ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ ഒന്നുകൂടെ അയൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബാഗിൻ്റെ ആ ഒരു ഹാൻഡിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഹാൻഡിലും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത രീതിക്ക് 2 ഹാൻഡിലും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു തുണിയുടെ നല്ല വശം ബാക്കിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി ഈ ഒരു തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 14 ഇഞ്ചും നീളം എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചിലുമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വശത്തേക്കായിട്ട് പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്നായിട്ട് തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ഉള്ളത്. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ 4 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തേന്ന ഒരു പീസാണ്. അത് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നിവർത്തി വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പോക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു തുണി ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കാം. ഇതിൽ നമ്മൾ സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ ഒന്ന് നോക്കാം. അതിനുശേഷം 2 ഇഞ്ച് സെൻറ്റർ പോയിൻ്റുകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ 3 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത രീതിക്ക് 3 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയുള്ള ഈ ഒരു പീസ് തുണിയുടെ താഴത്തെ കോർണർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ സെയിം രീതിയിൽ തന്നെ മോൾ ഭാഗത്തും 4 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം 2 സൈഡിലും. ഇനി നമുക്ക് മോൾ ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലേക്ക് 1.5 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ബാഗിൻ്റെ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തേന്ന് ഒരു ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരറ്റം താഴത്തെ കോർണർ ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് പോക്കറ്റിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് ഹാൻഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരറ്റം അടുത്ത സൈഡിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കും വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമ്മൾ മോൾ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അത്രയും ഭാഗം 2 അരിക് ഭാഗത്തോടെ ആയിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ 2 മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഉള്ളത്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള മെയിൻ ഫാബ്രിക്കിൻ്റെ കൂടെയുള്ള വേറൊരു പീസ് തുണി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇനി
മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി രണ്ടിൻ്റെ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ദാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ഫ്രണ്ടിലേക്കായിട്ട് നിവർത്തി വെക്കാം. ഇനി ഈ ഒരു തുണിയുടെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ അടുത്തൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി രണ്ടിൻ്റെ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു അരികു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തുണി നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി മോൾ ഭാഗത്തൂടെ രണ്ട് സൈഡിലൂടെ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. അതിനുശേഷം ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി താഴെയുള്ള കോർണർ ഭാഗത്തായിട്ട് നമുക്കിതാ സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അത് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തും സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് കോർണർ ഭാഗത്തും സ്ക്വയർ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഷേപ്പിൽ തന്നെ രണ്ട് കോർണർ ഭാഗത്തുനിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ രണ്ട് സൈഡ് ഭാഗങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡ് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് കോർണർ ഭാഗത്തു നിന്നായിട്ട് തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിൻ ചെയ്യാം. ഇതെങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി അടുത്തൊരു കോർണർ ഭാഗവും സെയിം രീതിയിൽ തന്നെ അരികു ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കോർണർ ഭാഗത്തൂടെയായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ മാർക്ക് ചെയ്ത രീതിക്ക് രണ്ട് കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് ബാഗിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ലൈനിങ്ങിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ലൈനിങ്ങിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ തുണിയാണ്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 30 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 15 ഇഞ്ചിലുമാണ് കേട്ടോ. തുണി രണ്ടായിട്ട് മടക്കി വെച്ചതാണ്. താഴത്തെ കോർണർ ഭാഗത്തായിട്ട് 2x2 സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ രണ്ട് കോർണർ ഭാഗത്തുനിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ലൈനിങ് തുണിയുടെ രണ്ട് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡിലായിട്ട് 5 ഇഞ്ചിൻ്റെ ചെറിയൊരു ഓപ്പൺ സൈഡ് കൊടുക്കണം. അതിനുശേഷം രണ്ട് കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം, മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ. അപ്പം അങ്ങനെ ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് സൈഡ് ഭാഗവും ഒരു സൈഡ് ഭാഗത്തായിട്ട് ഓപ്പൺ സൈഡും കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് തന്നെ രണ്ട് കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി മെയിൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശം പുറത്തേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി ലൈനിങ് തുണി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലൈനിങ് തുണിയുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലെ അരികു ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. മോൾ വശം ഇതുപോലെയാണ് ഇട്ടുള്ളത്. ഇനി ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികു ഭാഗത്തൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സൈഡിൽ ഓപ്പൺ സൈഡ് കൊടുത്തിട്ടുണ്ടാകുന്നില്ലേ, ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ബാഗിൻ്റെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണിയിൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ അരികു ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ തുണി ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് മുകളിലെ 2 അരിക് ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിക്ക് 2 സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിൻ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമുക്ക് മുകളിലെ അരിക് ഭാഗത്തൂടെ ആയിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ദാ ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ ടോട്ട് ബാഗ് ദാ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.